ഹലോ ഗായ്സ്, ഇന്നൊരു പുതിയ ജേണലാണ്. ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ഞാൻ ഉണ്ടാക്കിയ ബുക്കാണ്. ഒന്ന് നിങ്ങളിപ്പം കാണുന്ന റെഡ്, പിന്നെ ബ്ലൂ ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ മൂന്നാമത്തെയാണ്. അതിലൊരു 4-5 ജേണലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ, 5-6 അപ്പോൾ ഇത് മൂന്നാമത്തെ ബുക്കിലത്തെ ജേണലാണ്. ഈ ജേണൽ ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഈ ബുക്കിൽ ചെയ്ത് ഇത്രയെണ്ണത്തിൻ്റെ ഒന്നും. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട്. ഇത് ഫുള്ളാവാനായി കേട്ടോ. അപ്പോൾ ഇനിയിൽ അത്രയേ ഉള്ളൂ തീരാനായതുകൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കളർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയത് ഇത് ഡാർക്ക് ഗ്രീനാണേ. ഡാർക്ക് ഗ്രീൻ. അപ്പോൾ നമുക്ക് ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് ഒരു ജേണൽ ചെയ്യാം. എന്തൊക്കെയോ നമ്മുടെ മാർക്കേഴ്സ് ഉണ്ടാകത്തില്ലേ, ഈ ചാർട്ടൊക്കെ എഴുതുന്ന മാർക്കേഴ്സ്, അതിൽ നിന്ന് നമ്മൾ കുറച്ച് കളേഴ്സൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് ഞാൻ 11-ാം തീയതി എടുത്ത വീഡിയോ ആണ്. വോയിസ് ഓവർ ചെയ്യുന്നത് 12-ാം തീയതി രാത്രി 9:09 കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ 14, 15, 16 അങ്ങനെയൊക്കെ ആവും. പിന്നെ ഞാൻ 12-ന് ഇന്ന്, അതായത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇന്ന് ഒരു 2 വീഡിയോ പഠിപ്പിച്ചിടുന്നുണ്ട് കേട്ടോ. 12-ാം തീയതി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ഇട്ടിട്ടുണ്ട് എന്ന് പറയണമല്ലോ. 2 വീഡിയോസ് അടുപ്പിച്ചിട്ട് 12-ാം തീയതി രാത്രി തന്നെ 2 വീഡിയോസ് അടുപ്പിച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര, അപ്പം നിങ്ങൾ വിചാരിക്കും കുറേ ചാനൽസിലൊക്കെ ജേണൽ ചെയ്യാറില്ലേ, അതൊക്കെ സ്മോളായിട്ടുള്ള ജേണലല്ലേ, എന്താ പറയുക, സ്മോൾ അത്രയുള്ളൂ, ഷോർട്സ് ആയിട്ടൊക്കെ അല്ലേ ഉള്ളത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ബട്ട് എനിക്ക്, അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. അതായത് ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് എടുക്കുന്നുണ്ട്, ഒട്ടിക്കുന്നുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതായത് എന്താ ചെയ്യുന്നത്, എങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. ബാക്കിയുള്ള വീഡിയോസിൽ എന്ന് പറയുമ്പോൾ കുറേ സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കുന്നു, അതങ്ങനെ ഇങ്ങനെ. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാകാം. പക്ഷേ നിങ്ങൾ ഇത് കാണുമ്പോൾ കുറച്ചും കൂടി, അതായത് ഇതൊന്നും തിരിയാത്തവർ, മറ്റേതൊക്കെ കാണുന്നവരെന്തായിരിക്കും ഭയങ്കര ഈ ജേണലിൽ നന്നായിട്ട് അറിയുന്നത്. അതായത് എനിക്ക് അപ്പോൾ കുറച്ച് നന്നായിട്ട് അറിയാം, എല്ലാം അറിയുന്നില്ല, എന്നാലും കുറച്ചൊക്കെ അറിയാം. അപ്പം എനിക്കൊക്കെ കണ്ടാൽ മനസ്സിലായി, തീരെ അറിയാത്ത ആൾക്കാർക്ക് ഈ ജേണൽ ചെയ്യണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാദ്യം തന്നെ നമ്മൾ ആ നോട്ട്ബുക്കിൻ്റെ പേജിൽ കുറച്ച് ഗ്രിഡൊക്കെ വരച്ചു കൊടുത്തു അവിടെ ഇട്ട്. പിന്നെ ഒരു പേപ്പറിൽ ഗ്രിഡ് പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തൊക്കെയോ വരച്ച് കുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വലിയ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാർക്കുണ്ടാവും ചാനൽ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം, പക്ഷെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ഒരു ഡൗട്ടായിരിക്കും. അവർക്കത് ഡീറ്റെയിൽ ആയിട്ട് ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റിയ ചാനൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ അല്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും കാണിച്ചു തന്നിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒരു ഗ്രിഡ് വരച്ചു. എന്നിട്ട് ഇതെന്താ ചെയ്യാൻ പോണേ, ഒരു പേജും കൂടി, ഒരു സ്മോൾ പീസും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഗൈസ്. ഞാൻ ഇപ്പോൾ 2 വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ. എന്താണെന്നറിയോ, ഞാൻ ഇപ്പോൾ ആണ് കേട്ടോ 12-ാം തീയതി രാത്രി 9:12 ഞാനത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത്ര ലേറ്റായിട്ടാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന്.
അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ പരമാവധി സ്ട്രെയിനും യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് എന്താ കേസ് കൂടാത്തത്? നിങ്ങൾ കൂട്ടിത്തരുമോ? നിങ്ങൾ കൂട്ടിത്തരാണ്ടിരുന്നാൽ എങ്ങനെ ശരിയാകും? അപ്പോൾ നിങ്ങൾ കൂട്ടിത്തരണം കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ചാനലും എല്ലാ ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക. പിന്നെന്താ, ലൈക്ക് കമൻറ്റ് അതൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ID ഉണ്ട് കേട്ടോ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അതിൽ കയറിയിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. അപ്പം അമ്മ അതെനിക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ എന്താ ഓരോരോ പാറ്റേൺ പേപ്പേഴ്സ് ആക്കുന്നുണ്ട്. അതിങ്ങനെ ചെരിച്ച് വരച്ചത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെരിച്ച് വരച്ചിട്ട് അങ്ങനെ കുറച്ച് സ്പേസ് വിട്ടിട്ട് വരക്കുക. ഡാർക്ക് ഗ്രീൻ ഉണ്ട്. എന്നിട്ട് ആ ഹൈലൈറ്റർ വെച്ചിട്ട് അതിൻ്റെ താഴെ അതുപോലെ വരച്ചെടുക്കുക. പാട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. പിന്നെ എന്താ പറയുക, പറയുമ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് ഇപ്രാവശ്യം വീഡിയോ ഒന്നും ഇട്ടില്ലല്ലോ അല്ലേ പറയുമ്പോൾ അല്ലേ ഗൈസ്. ബർത്ത്ഡേ പ്രത്യേകിച്ചൊന്നും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ്, ഇല്ലാതെ പ്രശ്നമൊന്നുമില്ല. ഈ തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ഒന്നും ആഘോഷിക്കാഞ്ഞത്. ഇത് നടുക്ക് ഇങ്ങനെ ഒരു ചെരിച്ച് വരച്ചൊരു പാറ്റേൺ ഇല്ലേ, അതൊട്ടിച്ചു കൊടുത്തു. പിന്നെ ആദ്യം വരച്ച ഒരു ഗ്രിഡ് ട്രയാങ്കിളായിട്ട്. ഉറക്കം വരുന്നു ഗൈസ്, രാത്രിയല്ലേ. ഇന്ന് സ്കൂളിലൊക്കെ പോയി ടയേർഡായത് കൊണ്ട് ഉറക്കം വരുന്നു. ട്രയാങ്കിളായിട്ട്, അതായത് നമ്മൾ സമചതുരമായിട്ടാണല്ലോ ആദ്യം മുറിച്ചെടുത്ത്, അതിന് നേരെ നടുക്കെ ട്രയാങ്കിളായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുത്തെടുക്കുന്നുണ്ട്. പിന്നെ അത് മുകളിലും താഴെയായിട്ട് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അടുത്തത് എന്താണ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല ഗൈസ്, ഞാൻ എന്താ ചെയ്തതെന്ന്. അതുകൊണ്ടാണ്, അല്ലാതെ പ്രശ്നമില്ല. അപ്പോൾ ബ്രഷ് പെൻ എടുത്തിട്ടുണ്ട്, അതിൽ നിന്നൊരു ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് പറയുന്നതല്ലാതെ വേറൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ഫാനിൻ്റെ ഒച്ച നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അല്ലെങ്കിൽ എപ്പോഴും വോയിസ് പറയുമ്പോൾ പുറത്തുനിന്നാണ് വോയിസ് ഓവർ ചെയ്യാറ്. ഉള്ളിൽ നിന്ന് വാതിലടച്ചിട്ട് പുറത്തുനിന്ന്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ പുറത്ത് ഫോൺ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് പുറത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അച്ഛൻ്റെ ഒച്ചയുണ്ട്. അതുകൊണ്ട് ഞാൻ റൂമിൽ വന്നിരുന്ന് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇരുന്നിട്ടല്ല, കിടന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത് വോയിസ് ഓവർ. അപ്പോൾ കിടക്കുന്നതും കൊണ്ട് തന്നെ നല്ലവണ്ണം ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്താ, ഒരു ചെറിയ പീസ് എടുത്ത് കളർ ചെയ്തു. പിന്നെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നന്നായി ലോങ് വീഡിയോ ആവാനും പാടില്ല, നന്നായി സ്മോൾ വീഡിയോ ആവാനും പാടില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതുപോലെ വലിയ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ലോങ് വീഡിയോ സ്മോൾ വീഡിയോ ആയാലും ശരിയാവത്തില്ല. നന്നായി ലോങ് ആയാൽ എനിക്കൊന്നും പറയാനും ഉണ്ടാവത്തില്ല, പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, കുറേ സമയം ഗ്യാപ്പ് വരുന്നത്. ഈ ഒരു 10 മിനിറ്റിലെ വീഡിയോ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ബ്ലാന്ന് പറയായിരുന്നു. ഒരു 6 മിനിറ്റ് 7 മിനിറ്റ് അതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ
കളറടിച്ച ഒരു പീസില്ലേ, അത് നമ്മൾ താഴെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വേറൊരു പീസിൽ ഇങ്ങനെ ഒരു ചെറിയൊരു വൈറ്റ് പീസ് എടുത്തതിന് ശേഷം അതിനിങ്ങനെ എന്താ പറയുക, ഡാഷ് ഇടുന്നത് പോലെ ഇങ്ങനെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഡാഷ് ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഞാൻ ഡോട്ട് ഇടുന്ന പോലെ കുറച്ച് വലിയൊരു വര, അതായത് അണ്ടർസ്കോർ എന്നൊക്കെ പറയുന്ന പോലെ ഈ സംഭവം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊരു മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെന്താ ഫോണിൽ നോക്കിയിട്ട് ഒരു കോട്ട് കണ്ടുപിടിക്കണം കേട്ടോ ഗൈസ്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഞാൻ മുമ്പ് 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അമ്മാമ്മയുടെ ഫോണിലും, അതായത് അച്ചമ്മയുടെ ഫോണിലും, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അമ്മയുടെ ഫോണിലുമാണ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്ലോഡ് ചെയ്യാൻ അമ്മയുടെ ഫോണിൽ സ്റ്റോറേജ് ഇല്ല, അപ്പോൾ അതിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് വോയിസ് ഓവറും ചെയ്ത് അമ്മയുടെ കയ്യിലേക്ക് അയക്കും. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് യൂട്യൂബിലേക്ക് ഇടും. അപ്പോൾ അത് കുറേ കോഡ്സ് നോക്കുന്നുണ്ട്. അതിന് മാത്രം നോക്കുന്നില്ല, 2-3-4 നോക്കുന്നുണ്ട്. എന്നിട്ടുണ്ട് ഒന്നും കിട്ടിയിട്ടുണ്ട്. കണ്ടാലല്ലേ എനിക്കിത് വായിച്ചിടാൻ പറ്റത്തുള്ളൂ. ഞാൻ ലാസ്റ്റ് വായിച്ചിടാം കേട്ടോ. അപ്പം മനുഷ്യനാണെങ്കിൽ ഉറക്കം വന്നിട്ടും കഴിഞ്ഞ ഗൈസ്. ഈ വീഡിയോയും കൂടി വോയിസ് ഓവർ ചെയ്തിട്ട് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ബാക്കി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നാളെ മിക്കവാറും എനിക്ക് വൈകുന്നേരം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉച്ചയ്ക്ക് എനിക്ക് ക്വിസ് ഉണ്ട് കേട്ടോ, സ്വദേശ് മെഗാ ക്വിസ്. നാളെ മീൻസ് 13-ാം തീയതി. നിങ്ങൾ കാണുമ്പോൾ 2-3 ദിവസം വൈകുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 13-ാം തീയതി ശനിയാഴ്ച എനിക്ക് സ്വദേശ് മെഗാ ക്വിസ് ഇല്ല, അതുകൊണ്ട് രാവിലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, വന്നിട്ടല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊരു പ്രോബ്ലമാണ് ഗൈസ്. സാരില്ല, വന്നിട്ട് ചെയ്യാം, വന്നിട്ട് അപ്ലോഡ് ചെയ്യാം. അത് കുറേ എണ്ണം നോക്കി വീണ്ടും അത് എഴുതിയോ, അതെഴുതി. എന്നിട്ട് കുറേ എണ്ണം നോക്കുന്നുണ്ട്. ഗൈസ് അത് മെസ്സേജ് വരുന്നതാണ്, ഞാൻ സൈലൻ്റ് ആക്കാൻ മറന്നു പോയി ഗൈസ്. അപ്പോൾ ഞാൻ സൈലൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണെങ്കിൽ എവിടെയെങ്കിലും ടച്ച് ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങളായിട്ടില്ലേ ആ ഒരു ഒച്ച വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ വോയിസ് പറയുമ്പോൾ സ്ക്രീനിലൊന്നും തട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതാ ആദ്യത്തെ മുകളിലത്തെ ഒരു ചിരിച്ച് വരച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലെഴുതിയതിന് താഴെ നമ്മൾ ഫുൾ കളർ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിലെഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ തിരിയുന്ന ഒച്ചയാണ് ഗൈസ് നിങ്ങൾ കേട്ടത്. ഞാൻ കടന്നിട്ടാണല്ലോ വോയിസ് ഓവർ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ, അപ്പം ഞാൻ തിരിയുന്ന ഒച്ചയാണ് നിങ്ങൾ കേട്ടത്. നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ ഗൈസ്, ടയേർഡാണ് ഫുള്ള്. സാധാരണ ഞാൻ അങ്ങനെ സ്കൂളിൽ നിന്നൊന്നും കളിക്കാറില്ല കേട്ടോ, ഞാൻ പൊതുവേ സ്കൂളിൽ നിന്ന് കളിക്കാത്തൊരാളാണ്. പിന്നെ കുറച്ചധികം കളിച്ചിരുന്നു, അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കളിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ്. അപ്പം ഇതൊന്ന് വേഗം വോയിസ് ഓവർ ചെയ്ത് തീർത്തിട്ട് വേണം ഗൈസ് എനിക്ക് പോയി ഗുഡ് നൈറ്റ് ആക്കാൻ. അപ്പോൾ അതായത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്നെ പോസാക്കിയിട്ട് വായിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഞാൻ. മുകളിൽ അമേസെന്നും കൂടി എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ശേഷം എത്ര പേജ് എന്നൊക്കെ ഞാൻ എണ്ണിട്ടൊക്കെ കാണിക്കുന്ന പോലെ ആക്കുന്നുണ്ട്. അതവിടെ വെച്ച് 3 ബുക്കായിട്ട് എൻ്റേത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ചാനലായിട്ട് വീണ്ടും വരാം. ബൈ.